ഇന്നത്തെ വീഡിയോയിൽ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണത്. മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ എന്താണ് ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റീസ്, അതുപോലെ ഇൻ്റർനെറ്റ് സർവീസസ്, ഇതൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ടാണ് മൊബൈൽ കമ്പ്യൂട്ടിങ് വരുന്നത്. ആ പേര് പോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ബ്രൗസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻസും അതുപോലെ തന്നെ കാൽക്കുലേഷൻസ് എല്ലാം ഒരു മൊബൈൽ വഴി ചെയ്യുന്നതിന് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നു. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്താ, ഒരു സ്മോൾ ഡിവൈസ് ആയിട്ടുള്ള നമ്മുടെ മൊബൈൽ തന്നെയാണ്. സ്മോൾ ഡിവൈസ് ആയിട്ടുള്ള മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ, അതുപോലെ തന്നെ മെസ്സേജസ് അയക്കാനും, ഡാറ്റാസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുന്നു. അതുപോലെ തന്നെ പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസസ്, അതായത് ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിവൈസുകളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർനെറ്റിലേക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് മൊബൈൽ ഡിവൈസ് യൂസ് ചെയ്തിട്ട് പറ്റുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് മൊബൈൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ്. എന്താണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ? ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നു അല്ലേ, എങ്ങനെ, മൊബൈൽസ് വഴി. തന്നെയാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ജനറേഷൻസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക്സ്, സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്ക്സ്, തേർഡ് ജനറേഷൻ നെറ്റ്വർക്ക്സ്, ഫോർത്ത് ജനറേഷൻ നെറ്റ്വർക്ക്സ്. ഇത്രയും നെറ്റ്വർക്ക്സ് ജനറേഷൻസ് നമുക്കുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക്സ് 1G, 2G, 3G, 4G അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക് അതിനെ 1G എന്ന് പറയും. അപ്പോൾ അതെന്താണ് നമുക്കറിയാം, ഏറ്റവും സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള മൊബൈൽ ഡിവൈസ് ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇവിടെ പറയുന്നുണ്ട് 1G refers to the first generation of wireless telephone technology developed around 1980 തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു റേഞ്ചിലുള്ള മൊബൈൽ ഡിവൈസുകളെയാണ് നമ്മൾ 1G എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൂടുതലായിട്ടും അനലോഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അനലോഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, വയേർഡ് കണക്ഷനും അങ്ങനെയൊക്കെ ആയിട്ടാണ്, ടെലിഫോൺ ലൈൻസൊക്കെ ത്രൂ ആണ് എന്ത് ചെയ്തിരുന്നത്, കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത്. അതുപോലെ തന്നെ എന്താ, ബേസിക് ആയിട്ടുള്ളൊരു വോയിസ് ഫെസിലിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയാണ് 1G എന്ന് പറയുന്ന ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക്സിലുണ്ടായിരുന്നത്. നെക്സ്റ്റ് ആണ് സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്ക്സ്, 2G എന്ന് പറയും. 2G വന്നപ്പോഴേക്കും നമുക്ക് ഡിജിറ്റൽ സിസ്റ്റം ആയി മാറി, കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റലായിട്ട് മാറി, അനലോഗ് മാറി ഡിജിറ്റലായി. കുറച്ചുകൂടി ഓഡിയോ ക്വാളിറ്റി, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഓഡിയോ ക്വാളിറ്റി കുറച്ചുകൂടി കൂടി. അതുപോലെ തന്നെ നമ്മളുടെ ഫോൺ കോൺവെർസേഷൻസ് 2G വന്നപ്പോൾ എന്തായി, ഡിജിറ്റലി എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫോൺ കോൺവെർസേഷൻസ് ഒക്കെ നടന്നിരുന്നത്. പിന്നെ 1G വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രേറ്ററാണ്, അതായത് കുറച്ചുകൂടി ഫാസ്റ്ററാണ്. അതുപോലെ തന്നെ 2G എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഡാറ്റ സർവീസസ് കൂടി എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് SMS, MMS എന്നൊക്കെ പറയുന്ന ഇതുകളില്ലേ, അതായത് പിക്ചർ മെസ്സേജസ്, അതുപോലെ തന്നെ MMS, അതൊക്കെ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാനൊക്കെ നമുക്ക് 2G നെറ്റ്വർക്ക് വന്നപ്പോൾ സാധ്യമായി. പിന്നെ ഇവിടെ പറയുന്നത് 2G സിസ്റ്റംസ് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ടെക്നോളജീസ് കൊണ്ടുവന്നത് ഒന്ന് GSM, അതുപോലെ CDMA, ഇങ്ങനെയുള്ള 2 ടെക്നോളജീസും ഇവിടെ 2G എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ജനറേഷനാണ് തേർഡ് ജനറേഷൻ നെറ്റ്വർക്ക്സ്, 3G എന്ന് പറയും. 3G എന്ന് പറയുന്നത് വയർലെസ് നെറ്റ്വർക്ക് ടെക്നോളജി ആണ്. അതുപോലെ തന്നെ ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കോൺവെർസേഷൻസൊക്കെ കുറച്ചുകൂടി ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് അവിടെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ മൾട്ടിമീഡിയ സർവീസസുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതുപോലെ വോയിസും ഡാറ്റയും കമ്പൈൻ ചെയ്തിട്ടുള്ള സർവീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ആണ് ഫോർത്ത് ജനറേഷൻ നെറ്റ്വർക്ക്സ്, അത് 4G എന്നറിയപ്പെടുന്നു. 4G വന്നപ്പോഴേക്കും നമ്മളുടെ മൊബൈൽ ഇൻ്റർനെറ്റ് ആക്സസ് ഒക്കെ എന്താണ്, ബെറ്ററായിട്ട് നടന്നു തുടങ്ങി. അതുപോലെ തന്നെ ഹൈ സ്പീഡും അതുപോലെ തന്നെ എക്സലൻറ്റ് പെർഫോമൻസൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹൈ ക്വാളിറ്റി സ്ട്രീമിംഗ് വീഡിയോസൊക്കെ സെൻഡ് ചെയ്യാനും, അപ്പോൾ നമുക്ക് എന്താ, നമ്മൾ വീഡിയോസൊക്കെ അയക്കുന്നത് ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് അയക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ 4G വന്നപ്പോഴേക്കും നമുക്ക് സാധ്യമായി. അതുപോലെ തന്നെ ഗുഡ് ക്വാളിറ്റി ഇമേജസും വീഡിയോസൊക്കെ നെറ്റ്വർക്ക് വഴി സെൻഡ് ചെയ്യാനും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ട് അയക്കാനൊക്കെ നമുക്ക് സാധ്യമായി.
അപ്പോൾ ഇത്രയാണ് ജനറേഷൻസിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. എന്തൊക്കെയാണ് മൊബൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്? ഒന്ന് SMS, MMS, GPS, സ്മാർട്ട് കാർഡ്സ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ SMS എന്ന് പറയുന്നത് ഷോർട്ട് മെസ്സേജ് സർവീസ്, MMS എന്ന് പറയുന്നത് മൾട്ടി മീഡിയ മെസ്സേജിങ് സർവീസ്, GPS എന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, പിന്നെ സ്മാർട്ട് കാർഡ്സ്. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നോക്കാം. എന്താണ് SMS? ഷോർട്ട് മെസ്സേജ് സർവീസ്. നമുക്കറിയാം, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമ്മളുടെ മൊബൈൽ ഡിവൈസിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഡിവൈസിലേക്ക് നമ്മൾ അയക്കുന്നു, മെസ്സേജ് അയക്കുന്നു. അപ്പോൾ അതിനെയാണ് SMS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ മൊബൈൽ യൂസേഴ്സൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ആപ്ലിക്കേഷനാണ് ഈ SMS എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ SMS നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ മെസ്സേജ് ഒരു SMSC ഷോർട്ട് മെസ്സേജ് സർവീസ് സെൻറ്ററിലേക്ക് എത്തുന്നു. എന്നിട്ട് അത് എവിടേക്കാണോ റിസീവർ അവിടേക്ക് അത് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റോർ ആൻഡ് ഫോർവേഡ് മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത് ഈ SMSC എന്ന് പറയുന്ന ഒരു ടെക്നോളജി. അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന മെസ്സേജ് അധികം ഡിലേ വരാതെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് കിട്ടുന്നു. പിന്നെ നമ്മളിപ്പോൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്താണ്, അപ്പുറത്തെ ആൾക്കത് കിട്ടാതെ പോകും. അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസാണ് SMS-നുള്ളത്. പിന്നെ SMS ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, അത് SS7 അങ്ങനെയാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റാണ് മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ്. MMS എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റുന്നതോടൊപ്പം തന്നെ നമുക്ക് മൾട്ടിമീഡിയ കണ്ടൻറ്റ് കൂടി മൊബൈൽ ഫോൺസ് വഴി അയക്കാം. ഇപ്പോൾ വോയിസ്, വീഡിയോ, ഇമേജ്, മ്യൂസിക് അങ്ങനെയുള്ള കണ്ടൻറ്റുകളിലെ ടെക്സ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് മൊബൈൽ വഴി സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ MMS എന്ന് പറയുന്ന ടെക്നോളജി ഉള്ളത്. പിന്നെയുള്ളതാണ് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. നമ്മുടെ സാറ്റലൈറ്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ളൊരു നാവിഗേഷൻ സിസ്റ്റമാണ് ഈ GPS എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിൽ എവിടെ ഉണ്ടെങ്കിലും നമ്മുടെ ജോഗ്രഫിക്കൽ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനും അത് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് GPS എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് സ്മാർട്ട് കാർഡ്സ്. സ്മാർട്ട് കാർഡ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡാറ്റ ട്രാൻസാക്ട് ചെയ്യുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് കാർഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമ്മളുടെ കമ്പ്യൂട്ടറിന് OS ഉള്ള പോലെ തന്നെ മൊബൈലിനും എന്തുണ്ട്, OS ഉണ്ട്. ഒരു OS എന്താ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നു അല്ലേ. യൂസറായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ പോസിബിളാക്കി തരുന്നു, അല്ലെങ്കിൽ നമ്മുടെ യൂസറും ആ ഒരു ഫോണും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ പോസിബിളാക്കി തരുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മളെന്ന് പറയുന്നത് OS എന്ന് പറയുന്നത്. A mobile operating system is operating system used in a mobile device similar to an operating system used in a desktop or laptop. ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന OS പോലെ തന്നെയാണ് മൊബൈൽ ഡിവൈസിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്ക് പരിചയമായിട്ടുള്ള കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ്, ആപ്പിള്, അതുപോലെ ബ്ലാക്ക്ബെറി, വിൻഡോസ് അല്ല മൈക്രോസോഫ്റ്റ്, ഇങ്ങനെ കുറച്ച് ഇതുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ്രോയിഡ് ഈസ് എൻ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ മൊബൈലിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇവിടെ നോക്കാനുള്ളത് ആൻഡ്രോയിഡിൻ്റെ കുറച്ച് വേർഷൻസ്, അതൊന്ന് നോക്കി വയ്ക്കണം. ഇവിടെ കുറച്ച് വേർഷൻ നമ്പേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ കോഡ് നെയിമും തന്നിട്ടുണ്ട്. 4.4 എന്ന് പറയുന്നത് കിറ്റ്കാറ്റ്, 4.1 ജെല്ലി ബീൻ, 4.0.3 എന്ന് പറയുന്നത് ഐസ്ക്രീം സാൻഡ്വിച്ച്, 3.1 ഹണി കോം, 2.3 ജിഞ്ചർ ബ്രെഡ്, അതുപോലെ തന്നെ 2.2 ഫ്ലോയു, 2.0 എക്ലെയർ, 1.6 ഡോണറ്റ്, 1.5 കപ്പ് കേക്ക്. ഇത്രയും ആൻഡ്രോയിഡ് വേർഷൻസും കോഡ് നെയിമുകളാണുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചാപ്റ്ററോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റ് തന്നെ കഴിയുകയാണ്. +1 കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞു, ബുക്ക് കഴിഞ്ഞു. അപ്പം ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനെറ്റ്, അതിൻ്റെ സർവീസുകൾ, അതുപോലെ തന്നെ എന്തൊക്കെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്രൈംസുകൾ, അതുപോലെ തന്നെ ഫയർവാൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും.